ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 250 ml കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇതേപോലെ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ടേസ്റ്റിനായിട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും, പിന്നെ ഇതിലേക്ക് നമ്മൾ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, വറുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തത്. ഒരു 6 ടേബിൾ സ്പൂണോളം വരുന്ന കപ്പലണ്ടി ഉണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കപ്പലണ്ടി തന്നെ വേണമെന്നില്ല കേട്ടോ. കാഷ്നട്ടോ ബദാമോ പിസ്തയോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനി മധുരത്തിന് ആവശ്യമായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഉണ്ട ശർക്കര 3/4 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് തണുത്തതിന് ശേഷമാണ് ഇതിൽ മാവിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് അതൊന്ന് കുഴച്ചെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ മാവിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ അപ്പസോഡയും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഉപ്പുള്ള ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പില്ലാത്ത ശർക്കരയാണെങ്കിൽ ടേസ്റ്റ് ബാലൻസിനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ എടുക്കുന്ന ഗോതമ്പ് പൊടി ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്നതിൻ്റെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായി ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ലൂസാകുന്നില്ലെങ്കിൽ അല്പം കുറച്ച് വെള്ളം, സാദാ വെള്ളം കൂടെ ചേർത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇപ്പോൾ ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ചെറിയ ജീരകത്തിൻ്റെ പൊടിയോ ചെറിയ ജീരകമോ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ ഇതേപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഇപ്പോൾ ഗോതമ്പ് പൊടിയുടെ സ്നാക്ക് ആയതുകൊണ്ട് തന്നെ വെന്ത് വരാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം താത്തി വെച്ചിട്ട് വേണം ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അത് മുഴുവൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഒന്ന് തൊട്ട് കൊടുത്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.